എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് കുംഭമാസം 28 തീയതി 12/3/2026 വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. വിഷ്ണുവിനെ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. അവതാര വിഷ്ണുവിനെയും പ്രാർത്ഥിക്കാം. അവരവരുടെ വിശ്വാസമനുസരിച്ച് എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകുക. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ വന്ന് ഭവിക്കുവാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങുവാനോ പുതിയ വാഹനങ്ങൾ കൈമാറുവാനോ അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ കൈയൊഴിയുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക്, ട്രാവൽ ഏജൻസി തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ മാറ്റം വരുന്ന ദിവസമാണ്. ഏറ്റവും അധികം ഉത്സാഹപൂർവ്വം പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ദിവസമാണ്. കുട്ടികളെക്കുറിച്ച് ഉണ്ടായിരുന്ന ആകാംക്ഷയ്ക്ക് പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. വിദേശ പഠനത്തിനൊരുങ്ങുന്നവർക്ക് വിപരീതമായ അനുഭവമാണ് ഉണ്ടാവുക. വിദേശ യാത്രയ്ക്കോ വിദേശ ജോലിക്കോ ഒരുങ്ങുന്നവർക്കും വളരെയധികം തടസ്സങ്ങൾ ഉള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. എന്നാൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുണ്ടാകുന്ന പല അനുഭവങ്ങളും ജീവിതത്തിൽ വരുന്ന ദിവസമാണ്. പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതനുസരിച്ച് മുൻപോട്ട് പോകുവാനും സാധിക്കുന്ന ദിവസമാണ്. ഗ്രഹം നിർമ്മിക്കുവാനോ വാങ്ങുവാനോ വസ്തു വിൽക്കുവാനോ വാങ്ങുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഉതകുന്നതായ ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. മാതാപിതാക്കളോടുള്ള സ്നേഹപൂർവമായ പെരുമാറ്റങ്ങൾ മൂലം അവരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുവാനും അവരിൽ നിന്ന് സന്തോഷം പങ്കിടുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കമിതാക്കൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിന് തീരുമാനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്ക്, ബൊട്ടിക് തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നവർക്ക്, കലാപരമായ ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല. ഇന്നത്തെ ദിവസം മിഥുനക്കൂറുകാർക്ക് വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാകുന്ന ദിവസമാണ്. അമിതവണ്ണം മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് അതിനൊരു പരിഹാരം ലഭിക്കുന്ന ദിവസമാണ്. രോഗശാന്തിക്കായിട്ടും രോഗത്തിൻ്റെ സമാധാനത്തിനായിട്ടും പല നല്ല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഉള്ള അവസരം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവർക്കും ദേഹത്ത് നീര് മൂലം പ്രയാസപ്പെടുന്നവർക്കും വാതരോഗം ഉണ്ടാകുന്നവർക്കുമൊക്കെ ഇന്ന് പരിഹാരം കണ്ടെത്താനുള്ളൊരു മേഖല തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായി കാണുന്നു. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക്, അധികാര മേഖലയിൽ ജോലി ഇട്ടിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. കാര്യമാത്ര പ്രസക്തമായ മാറ്റങ്ങൾ ജീവിതശൈലിയിൽ വരുത്തേണ്ടതായി ആണ് എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു തോന്നൽ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. ബന്ധുക്കളുമായി ചർച്ച ചെയ്ത് പല നല്ല കാര്യങ്ങളും തീരുമാനിക്കാനും ഇന്നത്തെ ദിവസം ഉതകുന്ന ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. അതുപോലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, സിനിമ, കലാകായിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. തീരദേശത്ത് അധിവസിക്കുന്നവർക്ക്, തീരദേശവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ട ദിവസമാണ് ഇന്ന്. അപകട സാധ്യതയ്ക്കും കാരണമായ ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെയധികം ഉറച്ച ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഏറ്റവും വിജയകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ചില റിസൾട്ടുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നേക്കാം. ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വൈദ്യസഹായം തേടാൻ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. മുതിർന്ന ആൾക്കാരുമായി ചർച്ച ചെയ്ത പല നല്ല കാര്യങ്ങളും തീരുമാനിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ദൂരദേശത്ത് വസിക്കുന്നവർക്ക് വളരെ നല്ല ദിവസമായിരിക്കും. വിദേശത്ത് വസിക്കുന്നവർക്കും നല്ല ദിവസമായിരിക്കും. ദൂരദേശത്തോട്ട് യാത്ര പോകാൻ ഒരുങ്ങുന്നവർക്കും വിദേശത്ത് യാത്ര പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്.
വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പൊതുവെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മൂലം മനസ്സ് കലുഷിതമാകാനും മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാനും ഇന്നത്തെ വൈകുന്നേരം നിങ്ങൾക്ക് കളമൊരുക്കുന്നതാണ്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, ആയുധങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക്, ആയുധ നിർമ്മാണം നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വെല്ലുവിളിയുടെ ദിവസമാണ്. ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനും ചില മുറിവ് ചതവുകളൊക്കെ ഏൽക്കാനുമൊക്കെ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നു. അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുവാനും കുറേ ദിവസങ്ങളായി വീട്ടിൽ വെളിച്ചവും ശബ്ദവും ഒന്നും ഇല്ലാതിരുന്നതൊക്കെ പുനരാരംഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. മൈക്ക് സെറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, സാങ്കേതികമായ മറ്റ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫി അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന, റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. പല അവസരങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. അഭിനേത്രികൾക്ക് അല്ലെങ്കിൽ അഭിനേതാക്കൾക്ക് ഇന്നത്തെ ദിവസം പുതിയ അവസരങ്ങൾ വന്ന് ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം നഷ്ടമുണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ മറ്റ് ചില ആശ്വാസങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്, പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനുള്ള ഇൻവിറ്റേഷനുകളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം കായികമായ ചില ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, ചതവൊക്കെ വരുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആയുർദൈർഘ്യം പ്രതീക്ഷിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ ഏതെങ്കിലും തരത്തിലുള്ള കായികമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിക്കോ അല്ലെങ്കിൽ യോഗ തുടങ്ങിയ കാര്യങ്ങൾ പരിശീലനങ്ങളിലോ ഒക്കെ മുഴുകുവാനോ അതിൽ ജോയിൻ ചെയ്യുവാനോ ഒക്കെ അവസരം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിവർത്തിക്കുവാനും സാധിക്കുന്ന ദിവസമാണ് ഇന്ന്. അടുത്തായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനും ഏറ്റവും അടുത്ത ബന്ധുക്കളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുമൊക്കെ അവസരം വരുന്ന ദിവസമാണ്. അതിർ തർക്കം, വസ്തു സംബന്ധമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് നീണ്ടുപോകുവാൻ സാധ്യത കാണുന്നു. അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കുകൾ ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായി കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ ഗണ്യമായ മാറ്റം വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. സ്പൗസിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുന്നതായി കണ്ട് മനസ്സമാധാനം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നു. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായിരിക്കും. ജോലിഭാരം കൂടുന്നത് കൊണ്ട് ചില വൈഷമ്യങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതൊഴിച്ചാൽ മറ്റു കാര്യങ്ങളിൽ എല്ലാം വളരെ തടസ്സം കൂടാതെ മുൻപോട്ട് പോകുന്ന ദിവസമാണ്. മുതിർന്ന ആൾക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ വിജയം വരിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വിദ്യാഭ്യാസം തേടുന്നവർക്ക്, വിദേശത്തോട്ട് പോകുന്നവർക്ക്, ഉന്നത വിദ്യാഭ്യാസം അന്വേഷിക്കുന്നവർക്കൊക്കെ തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ചില ആരോപണങ്ങൾക്ക് വിധേയരാകേണ്ടതായി കാണുന്നു. സമൂഹത്തിൽ ചില പേരുദോഷങ്ങൾ വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. മാനഹാനിക്കും അല്ലെങ്കിൽ അന്യദേശവാസത്തിനുമൊക്കെ കളമൊരുക്കുന്ന ചില സംഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. തെറ്റായ മാർഗത്തിലൂടെ ധനം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിപരീതമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. പല വെല്ലുവിളികളും നേരിടേണ്ടതായി കാണുന്നു. സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ആളുകൾക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ചില സാമ്പത്തിക പ്രതിസന്ധികൾ വന്നുകൂടുന്നത് മൂലം മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. കുടുംബത്തിനും അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കും ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കണ്ട് മനപ്രയാസം ഉണ്ടാകാനും സാധ്യത കാണുന്നു. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇതേ അനുഭവം വരുന്നതാണ്. എന്നാൽ കാർഷിക മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മലഞ്ചരക്ക് വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. തൊഴിൽ സ്ഥാനത്ത് നിന്ന് അഭിനന്ദനങ്ങളും വളരെയധികം അനുകൂലമായ കാര്യങ്ങളുടെ തീരുമാനങ്ങളുമൊക്കെ ലഭിക്കുന്ന ദിവസമാണ്. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മെച്ചം വരുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയുമായി കൂടിച്ചേർന്ന് നല്ല കാര്യങ്ങൾ തീരുമാനിക്കുവാനും പുതിയ പദ്ധതികൾ ആരംഭിക്കുവാനും ഒക്കെ ഒരുങ്ങുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. അതേപോലെ വസ്തു സംബന്ധമായ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് ലാഭകരമായ കച്ചവടം ഉറപ്പിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്.
ഗ്രഹം മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അനുകൂലമായ ഒരു ഗ്രഹം ലഭിക്കുന്നതാണ്. ദുസ്വപ്നങ്ങളും അതുപോലെയുള്ള മായാദൃശ്യങ്ങളുമൊക്കെ കണ്ട് ഭയപ്പെടുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി നിദ്ര പ്രാപിക്കുക. അതേപോലെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് അതിനെക്കുറിച്ചോർത്ത് മനഃപ്രയാസമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളിൽ മുഴുകാതിരിക്കുക. വാർദ്ധക്യത്തിലേക്ക് കാലൂന്നുന്നവർക്ക് ചില വീഴ്ചകളും ഒടിവുകളും ചതവുകളും ഒക്കെ കാണുന്നുണ്ട്. എന്നാൽ അവർക്ക് കൂട്ടായ്മയിൽ നിന്ന് വളരെയധികം സഹായം ലഭിക്കുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യാനായിട്ട് സാധ്യത കാണുന്നു. മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം രാജോചിതമായ ചില സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ വഴി ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുവാനും ധനലാഭം ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക്, ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന പല സംരംഭങ്ങളും പുനരാരംഭിക്കുവാൻ അവസരമൊരുങ്ങുന്ന ഒരു ദിവസമായിരിക്കും ഇത്. കലാകാരന്മാർക്കും കലാപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. സിനിമ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, തീർത്ഥയാത്ര സംഘടിപ്പിക്കുന്നവർക്ക് ഒക്കെ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളുടെ അഭിവൃദ്ധി കണ്ട് അവരുടെ പുരോഗതി കണ്ട് വളരെ സന്തോഷിക്കുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും ഇന്ന്. തീരദേശത്ത് താമസിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായിട്ടാണ് കാണുന്നത്. വളരെയധികം ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുൻപോട്ട് നീക്കുക. നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണ, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം സന്തോഷം വരുന്ന ചില സംഭവങ്ങൾ ഉച്ചവരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം വിപരീതമായ ഫലമാണ് ഉണ്ടാവുക. കായിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആയുധങ്ങൾ ഉപയോഗിച്ച്, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായ ദിവസമായിരിക്കില്ല. വിമർശനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് വാണിങ്ങുകൾക്കോ ഒക്കെ, മേലധികാരികളിൽ നിന്നുള്ള അധികാരപൂർവ്വമുള്ള ശാസനകൾക്കോ ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വളരെ അനുകൂലമായൊരു മാറ്റമുള്ള ദിവസമാണ്. പുതിയ വൈദ്യസഹായമോ അല്ലെങ്കിൽ സഹായ മേഖലയോ ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ദിവസമായിരിക്കും. ദാനം നല്ല ഒരു ശീലമാക്കുന്നത് നന്നായിരിക്കും. അന്നദാനമാണ് ഏറ്റവും വലിയ ദാനം. അന്നദാനം കൊണ്ട് പല ദുരിതങ്ങളെയും അതിജീവിക്കാനായിട്ട് സാധിക്കും. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം മാനസികമായി സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ഏറ്റവും അധികം ആരോഗ്യത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. കൂടാതെ ചില ഡയഗ്നോസിസുകൾ അല്ലെങ്കിൽ രോഗനിർണയങ്ങൾ പ്രതികൂലമായ റിസൾട്ടുകൾ വരുന്നത് മൂലം തനിക്കും കുടുംബാംഗങ്ങൾക്കും വളരെയധികം അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം എല്ലാത്തിനും പരിഹാരമാകും വിധം സന്താനങ്ങളുടെ ഉയർച്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ സന്താനങ്ങളുടെ അഡ്മിഷൻ, അല്ലെങ്കിൽ വിദേശത്തെ പഠനം, ഉപരിപഠനത്തിനുള്ള സാധ്യത, ജോലി തുടങ്ങിയ കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കുവാൻ സാധ്യതയുണ്ട്. മനക്ലേശങ്ങൾക്ക് അറുതി വരാനായി ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല ഒരു ഉപാധി. ദുരിതത്തിന് നാമമാണ് പൂർവികർ നിർദ്ദേശിച്ചിട്ടുള്ള പരിഹാരം. തീർച്ചയായും നാമം ജപിച്ചാൽ പല ദുരിതങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. ദൈവികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അഗ്നിഭയം ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ പരിശുദ്ധമായ ഏതെങ്കിലും രീതിയിലുള്ള വിശുദ്ധ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മുടക്കം വരുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം മൂലം പല കാര്യങ്ങളും നടന്നു കിട്ടാൻ സാധ്യതയും തെളിഞ്ഞു കാണുന്നുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ മലഞ്ചരക്ക് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. മത്സ്യ സംബന്ധമായ കയറ്റുമതി ഇറക്കുമതി, മാംസ സംബന്ധമായ കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് എന്ന് തന്നെ പറയാം.
എന്നാൽ ജോലിഭാരം കൂടുന്നത് മൂലം ചില ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അത്ര തിരക്കുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്, അതുമൂലം ചില വയറിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ദിവസമായതുകൊണ്ട് വളരെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു ദിവസമായിരിക്കുമെന്ന്. സന്താനങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാവുകയും സന്താന ലബ്ധിക്കായി ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ഒരു റിസൾട്ട് ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. എന്നാൽ 7.5 ശനി കാലമായതുകൊണ്ട് അനാവശ്യമായ ചിന്തകളും ആങ്സൈറ്റിയും ഭയവും ഒക്കെ മനസ്സിനെ അലട്ടിയേക്കാം. ഏത് വന്നാലും നേരിടാനായിട്ടുള്ള ആത്മധൈര്യം വീണ്ടെടുക്കേണ്ടത് മീനക്കൂറുകാരുടെ അത്യാവശ്യകതയാണ്. ജന്മശനിക്കാലമായതുകൊണ്ട് മാനസിക പിരിമുറുക്കങ്ങൾക്കും ശാരീരിക ക്ലേശങ്ങൾക്കുമൊക്കെ സാധ്യത കാണുന്നു. ഉറ്റവരിൽ നിന്ന് ചില തിക്താനുഭവങ്ങളും വന്നു ചേരുവാനായിട്ട് സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം അനുഭവപ്പെടുന്നത്. കൂടാതെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമാണ്. എങ്കിൽ കൂടിയും വ്യോമസേനയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യോമമാർഗമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും അതേപോലെ ജലയാനത്തിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ തീർച്ചയായിട്ടും വിപരീതമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എല്ലാ തരത്തിലും നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് ഇതേ സമയം വീണ്ടും കാണാം. അതുവരെ നമസ്കാരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.